Hello children, welcome to Pioneer English online class. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗങ്ങളാണ് നമ്മൾ എടുത്ത് തുടങ്ങുകയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പുസ്തകം 2 പാർട്ടായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടിലെ ആദ്യത്തെ പാഠം, അത് ആദ്യത്തെ യൂണിറ്റ് ബോർഡ് ലുക്ക് അറ്റ് ബ്ലാക്ക് ബോർഡ്. യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന പേരിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ദിസ് യൂണിറ്റ് കംപ്രൈസിംഗ് ഓഫ് 2 ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് 1 poem. The first lesson, Adventures in the Banyan Tree, written by Ruskin Bond. And the second story, The Snake and the Mirror, written by Waikyam Muhammad Bashir. And a poem. The poem written by William Wordsworth. The name of the poem is Lines Written in Early Spring. 2 stories and 1 poem. This unit comprising of 2 stories and 1 poem. The first lesson, Adventures in a Banyan Tree by Ruskin Bond. ഇതാണ് നമ്മളിന്ന് എടുക്കുന്ന പാഠം. Adventures in a Banyan Tree, written by Ruskin Bond. അപ്പം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കാനുള്ള സമയക്കുറവുണ്ട്. നമ്മൾ നേരെ പാഠഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കറിയാം നേച്ചർ എന്താണ്, പ്രകൃതി എന്താണ്. നേച്ചർ ഈസ് അവർ മദർ. ഓൾ ലിവിംഗ് തിങ്സ് ആർ ഹെർ ചിൽഡ്രൻ. ആസ് ചിൽഡ്രൻ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ലവ് ആൻഡ് പ്രൊട്ടക്ട് നേച്ചർ. ഇഫ് വി കെയർ ആൻഡ് ലവ് നേച്ചർ, it will bless us with everything we need. That you should bear in mind. Nature is our home of all living beings. How do we deal with our homes? We care our homes. We love our homes. Be proud of our homes. We do our best for the well-being of the inmates. As nature is our home, let us care, love, and be proud of it. We should try our best to protect nature as it is. Let us always remember that nature belongs to us as well as to future generations. We are not mere visitors here. We are the owners of nature. So, it is our duty to preserve this beautiful nature. Remember, we are not the sole owners of nature. All the living and non-living things are the part of this vast home. Nature expects harmony among all living things. അപ്പോൾ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി. നേച്ചർ ഈസ് അവർ മദർ. ഓൾ ലിവിംഗ് തിങ്സ് ആർ ഹെർ ചിൽഡ്രൻ. അപ്പം as children, it is our duty to love and protect nature. If we care and love nature, it will bless us with everything we need. ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കും. നേരെ നമ്മൾ പാഠത്തിലേക്ക് പോവുകയാണ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ബനിയൻ ട്രീ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആൽമരം, പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം നമ്മൾ കണ്ടിട്ടില്ലേ? ശാഖോപശാഖകളായിട്ട് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ആൽമരത്തിലെ ചില സാഹസങ്ങളാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, written by Ruskin Bond. Look at the text and look at the profile of Ruskin Bond. Profile, ശ്രദ്ധിക്കുക. Ruskin Bond, born on 19th May 1934, is an Indian author of British descent. His father was an officer at Royal Air Force. He wrote his first novel,
The Room on the Roof at the age of 70. It got John Llewellyn Rice Prize in 1957. His first children's book was The Angry River. In 1992, he received the Sahitya Academy Award for his short story collection. Our trees still grow in dirt. He was awarded the Padma Shri in 1999 for his contributions to children's literature. He got the Lifetime Achievement Award in 2007. He now lives with his adopted family in Landour near Missouri. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കൂടുതലായിട്ട് മനസ്സിലാക്കുക. എങ്കിലും ഒന്ന് മലയാളത്തിൽ ഒന്ന് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് വിശദീകരിച്ച് തരിക. റസ്കിൻ ബോണ്ട് ജനിച്ചത് 1934 മെയ് മാസം 19 was an Indian author of British descent. ബ്രിട്ടീഷ് ഡിസെന്റ് ഉള്ള ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള ഒരു ഇന്ത്യൻ റൈറ്ററാണ്. അതെ, ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. റോയൽ എയർഫോഴ്സ് ബ്രിട്ടീഷുകാരുടെ എയർഫോഴ്സ് ആണ് റോയൽ എയർഫോഴ്സ്. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എയർഫോഴ്സ്, അതിന് പറയുന്നത് റോയൽ എയർഫോഴ്സ്. ആ റോയൽ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഓഫീസറായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ദ റൂം ഓൺ ദ റൂഫ്. പണ്ട് +2 ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദി ഏജ് ഓഫ് 70. അദ്ദേഹം അത് എഴുതുന്നത് 17-ാം വയസ്സ്. അദ്ദേഹത്തിന് 17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ആദ്യത്തെ നോവൽ എഴുതിയത്. ആ നോവലിന്റെ പേര് റൂം ഓൺ ദ റൂഫ്. ഇറ്റ് ഗോട്ട്, അതിന് തന്നെ അവാർഡ് കിട്ടി. ഇറ്റ് ഗോട്ട് ജോൺ ലെവല്യൻ റൈസ് പ്രൈസ്, ജോൺ ലെവല്യൻ റൈസ് മെമ്മോറിയൽ പ്രൈസ് എന്നും പറയും. ഇറ്റ് ഗോട്ട് ജോൺ ലെവല്യൻ റൈസ് പ്രൈസ് ഇൻ 1957. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണത്? ബാലസാഹിത്യം, കുട്ടികൾക്ക് വേണ്ടിയുള്ള എഴുത്ത്. ആ പ്രൊഫൈൽ നിങ്ങൾ നോക്കുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പ്രൊഫൈൽ സ്കാൻ ചെയ്യാൻ അവിടെ QR കോഡ് ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചിൽഡ്രൻസ് ബുക്സ് ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോ ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ് ദ ആംഗ്രി റിവർ ഇൻ 1999. ആംഗ്രി റിവർ, അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ പേര്, ആംഗ്രി റിവർ. ഇൻ 1992, 1992 he received the Sahitya Academy Award for his ഷോർട്ട് സ്റ്റോറി കളക്ഷൻ. അദ്ദേഹത്തിന്റെ ചെറുകഥയുടെ കളക്ഷൻ, ഷോർട്ട് സ്റ്റോറി കളക്ഷൻ, ചെറുകഥാ സമാഹാരം എന്ന് പറയും. അതിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അതിന്റെ പേര് അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡർ എന്നായിരുന്നു അതിന്റെ പേര്. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ. പുരസ്കാരങ്ങൾ വീണ്ടും അദ്ദേഹത്തെ തേടിയെത്തുന്നു. 1999 പത്മശ്രീ ലഭിക്കുന്നു. എന്തിന്? ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ബാലസാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ച് 1999 പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, സമഗ്ര സംഭാവനയ്ക്കുള്ള, സാഹിത്യത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് 2017 അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ 2017. He now lives with his adopted family in Landour near Missouri. മസൂറിക്ക് സമീപമുള്ള ലാൻഡറിൽ അദ്ദേഹത്തിന്റെ ദത്തെടുത്ത കുടുംബവുമായിട്ട് അദ്ദേഹം സസുഖം കഴിയുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, റസ്കിൻ ബോണ്ട്. ഇതാണ് പ്രൊഫൈല്. ഈ പ്രൊഫൈൽ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. QR കോഡ് സ്കാൻ ചെയ്ത് അത് കാണുക. ഇനി നമുക്ക് നേരെ പാഠത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് കൂടെ ശ്രദ്ധിക്കുക, നോട്ട്ബുക്ക് കൂടെ അടുത്ത് വെച്ചേക്കുക. മീനിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാം, കാര്യങ്ങളൊക്കെ എഴുതാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. In this beautiful story, Ruskin Bond vividly describes two major events that took place in and around
an old banyan tree. The writer wants us to be friendly with nature. He draws our attention to the wonderful happenings around us. Let us read and enjoy the story. Adventures in a banyan tree. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of certain Countess of Desmond, an English woman who lived at the age of 170 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which carved into the ground and took root again, forming a maze of arches, gave us endless pleasure. The tree was older than the house, older than the grandfather, as old as the town of Dara, nestling in a valley at the foot of the Himalayas. First paragraph. Hello, മനസ്സിലായോ? അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം, വീടും പറമ്പും, ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പും എല്ലാം ഈ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ ആധിപത്യത്തിലായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് ആയിരുന്നു. എങ്കിലും നമുക്ക് പറയാം, ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, the magnificent old banyan tree was mine. ഈ പ്രൗഢിയോടെ നിൽക്കുന്ന ആൽമരം എന്റേതായിരുന്നു. കാരണം വീടും പറമ്പുമൊക്കെ ഗ്രാൻഡ് ഫാദറിൻ്റെതാണെങ്കിലും അതിനകത്ത് അതീവ പ്രൗഢിയോടെ നിൽക്കുന്ന ആൽമരം എന്റേതായിരുന്നു. എന്തുകൊണ്ടങ്ങനെ? ചീഫ്ലി because grandfather at the age of 65 could no longer climb it. ഗ്രാൻഡ്ഫാദറിന് 65 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ 65 വയസ്സ് പ്രായമുള്ള മുത്തച്ഛന് ഈ മരത്തിൽ കയറാൻ കഴിവില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് മരത്തിൽ മേലുള്ള മൊത്തം ആധിപത്യം എനിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ, ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പും എല്ലാം മുത്തച്ഛന്റെ ആധിപത്യത്തിലായിരുന്നുവെങ്കിലും അതീവ പ്രൗഢിയോടെ നിന്നിരുന്ന ആൽമരം എന്റേതായിരുന്നു. അതിന്റെ കാരണം 65-ാം വയസ്സിൽ മുത്തച്ഛൻ അതിൽ കയറാനാവില്ലായിരുന്നു എന്നുള്ളതാണ് കാരണം. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. ഇത് വെച്ച് ഗ്രാൻഡ് മദർ എപ്പോഴും അപ്പൂപ്പനെ കളിയാക്കുമായിരുന്നു. അതിന്റെ കാരണം ബാക്കി പറയും, നോക്കട്ടെ. അപ്പൊ ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം, യൂസ്ഡ് ടു നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ യൂസ്ഡ് ടു പറയുന്നത്. പതിവായിട്ട് ഗ്രാൻഡ് മദർ ഈ കാര്യം പറഞ്ഞ് ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കുമായിരുന്നു. അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൺ ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117 ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡ് ഫാളൻ ബൈ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ. അപ്പൊ 65 വയസ്സുള്ള അപ്പൂപ്പന് മരത്തെ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഗ്രാൻഡ് മദർ എപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കുമായിരുന്നു. കാരണം ഇത് പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. ഒരു പറയാനൊരു കാരണമുണ്ട്. കാരണം 117 വയസ്സ് വരെ ജീവിച്ച ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു, കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് പ്രൊഫി. അവര് ഒരു ആപ്പിൾ മരം 117-ാമത്തെ വയസ്സിൽ ഒരു ആപ്പിൾ മരത്തിൽ കയറി അതിൽ നിന്ന് വീണ് മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ 117 വയസ്സ് കഴിയുമ്പോഴും അവര് മരത്തെ കയറുമായിരുന്നു. അപ്പോഴാണ് അപ്പൂപ്പന് 65 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ എങ്കിലും അപ്പൂപ്പന് മരത്തെ കയറാൻ കഴിയാതിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ മരം മുഴുവൻ എന്റെ ആധിപത്യത്തിൽ വന്നതെന്ന് പോയി പറയുകയും ചെയ്യും. ബാക്കി ഒരു പാരഗ്രാഫ് എടുക്കാൻ ഇന്ന് സമയമുണ്ട്.
അപ്പം അടുത്ത് നോക്കിയിട്ട് ആൻഡ് വുഡ് ഹാവ് അപ്പം grandmother used to tease him about this and would speak of a certain Countess of Desmond, an Englishwoman who lived at the age of 17 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading of branches of the banyan tree. The spreading of branches. Spreading branches എന്ന് പറയുന്നത് അതിന്റെ ശാഖകൾ ഇങ്ങനെ, നമുക്കറിയാം ആൽമരം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ശാഖകൾ ഇങ്ങനെ ഗ്രൗണ്ട് മുഴുവൻ അങ്ങ് സ്പ്രെഡ് ആവും, വ്യാപിക്കും. which carved to the ground and took root again. അതിന്റെ ശിഖരങ്ങളിൽ നിന്ന് വേരുകൾ താഴോട്ട് വന്ന് മണ്ണിൽ ഉറച്ച് ഇങ്ങനെ എന്താണ് ആർച്ച് പോലെ ആയിരിക്കും. അങ്ങനെ ആർച്ച് പോലെ ആലിന്റെ കൊമ്പുകള് മണ്ണിലേക്ക് വളഞ്ഞ് വേരുറപ്പിച്ച് കമാനാകൃതിയിൽ നിൽക്കുന്ന കാഴ്ചയുണ്ട് അല്ലെ. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ വിച്ച് carved to the ground and took root again, forming a maze of arches, gave me endless pleasure. ഇത് കാണുന്നത് കുട്ടിക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആലിന്റെ കൊമ്പുകൾ മണ്ണിലേക്ക് വളഞ്ഞ് വേരുറപ്പിച്ച് കമാന ആകൃതിയില് കുറുക്കുവഴികൾ തീർത്തിരുന്നത് എനിക്ക് അതിയായ സന്തോഷം നൽകിയിരുന്നു എന്നാണ് കുട്ടി ഇവിടെ പറയുന്നത്. The tree was older than the house. അല്ലേ, ആൽമരത്തിന് വീടിനേക്കാൾ പ്രായമുണ്ടായിരുന്നു. ഓൾഡർ ദാൻ ദ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദറിനേക്കാളും മുത്തച്ഛനേക്കാളും പ്രായമുണ്ടായിരുന്നു. As old as the town of Dara, nestling in a valley at the foot of the Himalayas. ഹിമാലയൻ താഴ്വരയിൽ സ്വസ്ഥമായിട്ട് നിലകൊണ്ടിരുന്ന ഡേറ പട്ടണത്തെക്കാളും പ്രായമുണ്ടായിരുന്നു എന്റെ ഈ ആൽമരത്തിന് എന്ന് കുട്ടി വിവക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ ഒരേ ഒരു ചോദ്യം മാത്രമേ ഈ പാരഗ്രാഫിലുള്ളൂ. The house and the grounds were of grandfather's domain, but the magnificent old banyan tree was mine. Why did the boy say so? Why did the boy say so? എന്തുകൊണ്ട് കുട്ടി അപ്രകാരം പറഞ്ഞു? അതിന്റെ ആൻസർ നമുക്കറിയാം. The boy said so because his old grandfather could not climb the tree. ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ ഒരിക്കൽ കൂടി പറയുന്നു, അത് നിങ്ങൾ ആൻസർ ചെയ്തു വെക്കണം ഈ പറഞ്ഞ് കേട്ടിട്ട്. The boy said so because his old grandfather could not climb the tree. Today we must stop here for the time being.